എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. അവിടുത്തെ ഭംഗിയും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഫീൽഡിൽ പോയപ്പോൾ പിടിച്ച കുറച്ച് കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇന്ന് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. കണ്ടോ, ഇന്ന് നമ്മൾ ഇന്നത്തെ അല്ല, ഇത് 2-3 ദിവസം മുന്നേ എടുത്തതാണ്. അപ്പോൾ അന്ന് രാവിലെ നല്ല മഞ്ഞായിരുന്നു. ആ മഞ്ഞിന് പിടിച്ച കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ടോ, കാപ്പിപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പോയതാണ്. പക്ഷേ ഞാൻ വീഡിയോ ഇടാനായിട്ട് 3-4 ദിവസം താമസിച്ചു. അപ്പോൾ ഇത് ഫീൽഡാണ് കാണുന്നത്. ശരിക്കും ഭംഗിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വന്ന് കാണണം. വീഡിയോ കണ്ട അത്ര വലിയ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ മനസ്സിലേക്ക് കയറുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അതെന്ന് വെച്ചാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കാഴ്ചയായിരിക്കും. അതുപോലത്തെ മനോഹാരിതയാണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതാണ് ഇത്ര വലിയ ഭംഗിയെന്ന് നമ്മൾ ഓർക്കും. പക്ഷേ ഇതല്ല ഭംഗി. നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു പ്രത്യേക കാഴ്ചയാണ്. ആ കയറ്റവും ഇറക്കവും എല്ലാം ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഇതൊക്കെ പറഞ്ഞു തന്നാലൊന്നും അത്ര വലിയ മനസ്സിലാകത്തില്ല. അനുഭവിച്ച് തന്നെ അറിയണം. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകുന്ന ഓരോ വഴികളൊക്കെയാണിത്. കണ്ടോ, കുറച്ച് പേരൊക്കെ പോവുകയും വരികയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണും. കാര്യം പാറക്കെട്ടും ഇതുപോലത്തെ സ്ഥലമൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണും. കണ്ടോ, ഇത് അത്രയും പാറ കയറി വന്ന് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വീടാണിത്. കണ്ടോ, ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ വയ്യാതിരിക്കുന്ന ഒരു ചേട്ടനും കൂടിയാണ്. പെട്ടെന്നൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാനൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. കാര്യം മൊത്തം ചുറ്റും പാറയാണ്. ആ റോഡിലേക്ക് എത്തും വരെ ഇച്ചിരി ടാസ്ക്കാണ്. നമ്മൾ ഇവിടുത്തെ ചേട്ടനെ എടുത്തുനിന്ന് റോഡ് വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചേട്ടനായാലും നടന്നു പോകേണ്ട അവസ്ഥയാണെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വിഷമമാണ്. ഉണ്ടോ, എന്ത് രസമാണെന്നറിയാവോ ഞങ്ങളുടെ സ്ഥലവും ആ പരിസരവും ഒക്കെ കാണാനായിട്ട്. എല്ലാവർക്കും ഒന്ന് വന്ന് കാണുമോ, അങ്ങനെയൊക്കെ കാണാനായിട്ട് ചിലപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണുകയും ചെയ്യാം. ഇത് കണ്ടോ, ഒരു പ്ലാവ് നിറച്ച് ചക്ക കിടക്കുക. പക്ഷേ ആ ചക്കയിൽ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിയേ. ഇത് കണ്ടോ, തുരന്ന് അതിനകത്ത് കയറിയിരിക്കുമോ. വണ്ടാണേ, കണ്ടോ, നിറച്ചുണ്ട് അതിനകത്ത്. അടുത്തൊരു വീടാണ് ഈ കാണുന്നത്. കയറ്റത്തിൽ നിന്ന് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കാപ്പിപ്പൂവാണ് കേട്ടോ നിന്നതൊക്കെ. കാപ്പിപ്പൂവാണ്. അടുത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. ഇതൊരു പശുത്തൊഴുത്തായിരുന്നു. പശുവുള്ളതും ചാണകം കിട്ടാനും ഭയങ്കര പാടാണ്. ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്. ചെറിയതായിട്ട് സുഖമില്ലാതെയൊക്കെ ഇരിക്കുവാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് കയറി അകത്ത് കയറി നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഇപ്പം അമ്മയ്ക്ക്? എന്നാ പറഞ്ഞു? കാണുന്നില്ല. അതെ, തീരെ പാവപ്പെട്ട വീടുമുണ്ട്. എന്നാൽ അത്യാവശ്യം ഒരുമാതിരി ഓവർ പണക്കാരെന്ന് പറയാനായിട്ട് ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല. അത്യാവശ്യം കാശുള്ളവരും ഉണ്ട്, എന്നാൽ തീർത്തും കാശില്ലാത്തവരും ഈ ഭാഗത്തുണ്ട്. 2 കുട്ടികൾ ഒന്ന് ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ അതിലേക്ക് കയറി. അപ്പുറത്ത് ഒരു ചാച്ചനും അമ്മച്ചിയും താമസിക്കുന്ന ഒരു വീടുണ്ട്. അതിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിലേക്ക് കയറി ചെന്നതാണ്. സ്കൂളൊക്കെ അടച്ച സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരവിടെ വന്ന് കളിയായിരുന്നു.
ആ കാണുന്ന വീട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു ചാച്ചനും അമ്മച്ചിയും മാത്രം താമസിക്കുന്ന വീടാണ് കേട്ടോ അതാ ഈ കാണുന്ന വീട്. വർഷങ്ങളായി ഇങ്ങനെ തന്നെ ഇവിടെ താമസിക്കുന്ന. കാര്യം തേച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഒരു ഹാളും ഒരു മുറിയും ഒരു അടുക്കള, അത്രയേ ഉള്ളൂ ഈ വീട്. നമ്മുടെ സൈഡ് ഒരു മഴ വന്നാൽ ഇടിഞ്ഞു പോകും. അതുകൊണ്ട് അവർ ആ മഴവെള്ളം അവിടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പടുത ഇങ്ങനെ ഇവിടം തൊട്ട് അങ്ങ് വരെ വിരിച്ചിട്ടേക്കുക. നമുക്ക് പേടി വരും ശരിക്കും പറഞ്ഞാൽ. അത് കണ്ട, അത് മഴവെള്ള സംഭരണിയാണ്. ഇവിടെ മിക്കവാറും വീടുകളിൽ എല്ലായിടത്തും മഴവെള്ള സംഭരണി ഉണ്ട് കേട്ടോ. കാര്യം വേനലാകുമ്പോഴത്തേക്കും എന്ത് വെള്ളമാണെന്ന് പറഞ്ഞാലും അത് പറ്റും. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ വെള്ളമെന്ന് പറഞ്ഞാലും അതും ആഴ്ചയിൽ 1-2 ദിവസം വന്നെങ്കിലായി. അപ്പോൾ അതുകൊണ്ട് അവർക്കും അതും വെള്ളം പറ്റിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും ഒരു 3-4 വീട് വിട്ട് കഴിഞ്ഞാൽ ഒരു വീട്ടിലെങ്കിലും ചിലപ്പോൾ മഴവെള്ള സംഭരണി കാണും. ഇല്ലാത്തവരിപ്പോൾ കെട്ടിക്കൊണ്ടും കൂടി ഇരിക്കുകയാണ്. കാര്യം വെള്ളമുള്ള സമയത്ത് ഇത് അടിച്ച് നിറച്ചിട്ടാലും മഴവെള്ള സംഭരണി എന്ന് പേരേ ഉള്ളൂ, മഴവെള്ളമല്ല സംഭരിക്കുന്ന മൊത്തം നമ്മുടെ വീടുകളിലുള്ള വെള്ളം ഏതാന്ന് വെച്ചാൽ അത് സംഭരിച്ച്, പിന്നെ മഴവെള്ളം ശേഖരിച്ച് പിടിച്ചു വെക്കുന്നവരുണ്ട് കേട്ടോ. അല്ലാതെ നമുക്കൊക്കെ വെള്ളമുള്ളപ്പോൾ ഇതിലേക്ക് അടിച്ച് നിറച്ചിട്ടാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. ഒരു വീടിൻ്റെ മുറ്റമാണ്. അപ്പോൾ ഞങ്ങൾ അതിലെ കൂടെ കടന്നുപോയി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ പിടിച്ചോണ്ട് ഇങ്ങനെ പോയതാണ്, വേറൊന്നുമല്ല. 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞാണ് വൃത്തിയാക്കണമെന്ന്. പക്ഷെ അവർ അത് വൃത്തിയാക്കാതെ ഒരു ഇടുങ്ങിയ വഴിയാണ്. അതിലേക്കൂടെ കയറി ഞങ്ങൾ ആ മുറ്റത്ത് ചെല്ലാനായിട്ട് ഈ വഴി കൂടെ കയറിയാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനത്തെ വഴിയൊക്കെ ഉണ്ടെന്നും കൂടെ ഓർത്തേക്കണം ഞങ്ങൾ പോകുന്നത്. എല്ലാ വീടും കയറാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. എങ്ങനത്തെ വീടാന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇടുങ്ങിയ വഴിയാന്ന് പറഞ്ഞാലും കയറ്റമാണ് ഇറക്കമാണെന്ന് പറഞ്ഞാലും നമുക്ക് കയറാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് കയറുകയും വേണം, അവിടെ ചെന്ന് വിശേഷങ്ങൾ തിരക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ കയറിയിരിക്കും. നമ്മൾ ചെല്ലുന്ന കണ്ടപ്പോൾ 2 കസേര എടുത്തിട്ടുണ്ട്. സൗമ്യ ഇട്ട് തരുവാണ്. അടുത്തുള്ള വീടുകളൊക്കെയാണിത്. അപ്പുറം ഇപ്പുറമൊക്കെയുള്ള വീടുകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല രസമാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രസം എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും അത്രയ്ക്ക് രസമാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹൈ റേഞ്ച് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ചിലർക്ക് ഇഷ്ടം കാണും ഇങ്ങനെയൊക്കെ. നമുക്ക് വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ പോയി കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഓരോ പ്രദേശങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാകും ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. ഞാനും ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു കേട്ടോ. യൂട്യൂബിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിടുമ്പോൾ ഇവിടെയൊക്കെ ഈ ജന്മത്തിൽ ചിലപ്പോൾ നമ്മൾ പോകുകയല്ല. എന്താണെന്ന് വെച്ചാലും നമ്മൾ ഓരോ സ്ഥലത്ത് പോയി അവിടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവിടെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഉൾഗ്രാമത്തിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നടക്കുന്ന കേസല്ല. അല്ലെങ്കിലും നമ്മളെല്ലാ വാർഡും നമ്മൾ ഒരു മുനിസിപ്പാലിറ്റിയിലല്ല ഒരു സ്ഥലത്ത് എന്നാൽ ഇപ്പോൾ ഇടുക്കി ജില്ല വന്നാലും നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള എവിടെയൊക്കെ ഉണ്ട്, രാമക്കൽമേട് പോകുമായിരിക്കും, കല്യാണത്തണ്ട് പോകുമായിരിക്കും, അങ്ങനെ കുറച്ച് പരുന്തുംപാറ പോകുമായിരിക്കും, മൂന്നാർ പോവും, അങ്ങനെ കുറച്ച് ഇടുക്കി ഡാം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളൊക്കെ കാണുക അല്ലാതെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി വന്ന് കാഴ്ച ചിലപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെക്കാളും അതിമനോഹരമായിരിക്കും ഉള്ളിലേക്കുള്ള കാഴ്ച. പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ പോകത്തുമില്ല, ഒട്ട് കാണത്തുമില്ല. അങ്ങനെ നമുക്ക് ചിലവരുണ്ട് കേട്ടോ. റൂമൊക്കെ എടുത്തു കഴിഞ്ഞ് നമുക്കൊന്ന് കറങ്ങാമെന്നും പറഞ്ഞ് പോയി നടന്ന് വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഇതുവഴി 2 പേര് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ റൂം എടുത്തിട്ട് റൂമിലെല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് ഞങ്ങൾ ചുമ്മാ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞ് വഴിക്ക് വെച്ച് വന്ന് കണ്ട് വർത്താനം പറഞ്ഞവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തമിഴ് ആൾക്കാർ ഇതുപോലെ വന്നിട്ട് റൂം എടുത്തിട്ട് നടന്ന് വന്ന് സംസാരിച്ചിട്ടൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉൾക്കാഴ്ചയൊക്കെ നമ്മൾ കണ്ടെന്നിരിക്കും. കാപ്പിയാണ് കേട്ടോ, കാപ്പി പൂത്ത് നിൽക്കുന്ന സമയമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെന്നിരിക്കും. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും പോകാറില്ല.